സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന തുടരാനാണ് സാധ്യതയെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ പറഞ്ഞു. US പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് മാത്രമല്ല വില ഉയരാൻ കാരണം. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ നിക്ഷേപം നടത്തിയവർ ലാഭമെടുക്കാതെ മുന്നോട്ട് നീങ്ങുന്നതാണ് വില വർധനവിന്റെ പ്രധാന കാരണമെന്നും അബ്ദുൽ നാസർ പറഞ്ഞു. ഇന്ത്യൻ രൂപയുടെ ദുർബലാവസ്ഥയും അന്താരാഷ്ട്ര വിപണിയിൽ വിലവർധനയുണ്ടായതുമാണ് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വിലവർധനയ്ക്ക് കാരണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ കായംകുളത്ത് പറഞ്ഞു. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഒരു ഗ്രാം സ്വർണ്ണത്തിന് 150 രൂപയും പവന് 1200 രൂപയും വർദ്ധിച്ച് ഒരു ഗ്രാം സ്വർണ്ണത്തിന് 9620 രൂപയും ഒരു പവൻ സ്വർണ്ണത്തിന് 76,960 രൂപയും വിലയായി. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 88.18 രൂപയുടെ ദുർബലാവസ്ഥയും അന്താരാഷ്ട്ര സ്വർണ്ണവിലയുടെ വർധനവുമാണ് സ്വർണ്ണവില വർധനവിന് കാരണം. ട്രംപിൻ്റെ താരിഫ് എഫക്റ്റ് മാത്രമല്ല, സ്വർണ്ണത്തിൽ ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയവർ ലാഭമെടുത്ത് പിരിയാതെ ഹോൾഡ് ചെയ്യുന്നതും സ്വർണ്ണവില വർധനവിന് കാരണമായിട്ടുണ്ട്. ഈ നില തുടർന്നാൽ ഓണത്തിന് വീണ്ടും വില വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ദീപാവലിയോടെ സ്വർണ്ണവില ഗ്രാമിന് 10,000 രൂപയുടെ അടുത്തേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. സ്വർണ്ണവില അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് $3,448. $3,500 എന്ന ഒരു ബാർ മറികടന്നാൽ $3,800 പോകാമെന്നും ഒക്കെയുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. 9,620 രൂപ ഗ്രാമിനും 76,960 രൂപ പവനും വിലയായി. ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണമായി വാങ്ങണമെങ്കിൽ 83,500 രൂപ നൽകേണ്ടി വരും. US പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് പദ്ധതി മാത്രമല്ല വില ഉയരാൻ കാരണമെന്നും അബ്ദുൽ നാസർ പറഞ്ഞു. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ നിക്ഷേപം നടത്തിയവർ ലാഭമെടുക്കാതെ മുന്നോട്ട് നീങ്ങുന്നതാണ് വിലവർധനവിലുള്ള മറ്റൊരു പ്രധാന കാരണം. കഴിഞ്ഞ പല റെക്കോർഡ് കുതിപ്പുകളിലും $30 മുതൽ $60 വ്യത്യാസം വന്ന സാഹചര്യമുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സ്വർണ്ണവില $15 മുതൽ $20 വ്യത്യാസമാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ പോയാൽ ഓണക്കാലത്ത് വിലയിൽ വീണ്ടും കുതിപ്പിന് സാധ്യതയുണ്ടെന്നും അബ്ദുൽ നാസർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.